നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ കാണാം. ഇ ഡി ആക്രമിച്ച കേസിൽ പ്രതിക്കായി അനുകൂല നിലപാടെടുത്ത പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ നീക്കി. എ സന്തോഷ് കുമാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉത്തരവിറക്കിയ ആഭ്യന്തര വകുപ്പ്. ഗീനാകുമാരിക്ക് പകരം നാളെ സെഷൻസ് കോടതിയിൽ സന്തോഷ് കുമാർ ഹാജരാകും. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ പ്രതികളുടെ വീടുകളിൽ റെയ്ഡ്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനെന്ന് അന്വേഷണ സംഘം. ക്ഷേത്ര ട്രസ്റ്റിൽ സമ്പൂർണ്ണ അഴിച്ചുപണി. പുതിയ ജനറൽ സെക്രട്ടറിയെ ജൂലൈ 11 പ്രഖ്യാപിക്കും. ആരോപണ വിധേയനായ ചമ്പത് റായിക്ക് VHP കേന്ദ്ര ഓഫീസിന്റെ ചുമതല നൽകാൻ നീക്കം. അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷം. തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണസമിതിക്കെതിരായ UDF അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണയ്ക്കില്ല. ഒന്നിച്ചുള്ള അവിശ്വാസ പ്രമേയ നീക്കം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന് CPM വിലയിരുത്തൽ. അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ VV രാജേഷ്. ഭർത്താവ് അതുലിന്റെ കൊടും ക്രൂരത എണ്ണിപ്പറഞ്ഞ് ആറ്റുകാലിൽ മരിച്ച ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പ്. വാട്സപ്പ് ചാറ്റും പുറത്ത്. അതുലിനെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം. നിരന്തര പീഡനമാണ് ആരതി ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം. കുറ്റം സമ്മതിച്ച് അതുലിനെ റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് മഴ കനക്കും. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. ജാഗ്രതാ നിർദ്ദേശം. പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. മഴ കനത്താൽ സ്ഥിതി വഷളാകുമെന്നും മന്ത്രി. പകർച്ചവ്യാധികൾ പടരുമ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ലാതെ ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രി. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ചിത്രം തെളിഞ്ഞു. എല്ലാ കളികളിലും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അർജന്റീന. ജോർദാനെ തോൽപ്പിച്ചത് 1-3 ഗോളുകൾക്ക്. എല്ലാ മത്സരങ്ങളിലും ഗോൾ നേടി മെസ്സി. കൊളംബിയ പോർച്ചുഗൽ മത്സരം ഗോൾ രഹിത സമനിലയിൽ. ED ആക്രമിച്ച കേസിൽ പ്രതിക്കായി അനുകൂല നിലപാടെടുത്ത പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ നീക്കി. എ സന്തോഷ് കുമാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറത്തിറക്കി. ഗീനാകുമാരിക്ക് പകരം നാളെ സെഷൻസ് കോടതിയിൽ സന്തോഷ് കുമാർ ഹാജരാകും. വിവരങ്ങളുമായി എട്ടി അശ്വതി ചേരുന്നു. അശ്വതി, ED ആക്രമിച്ച കേസിലാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അസാധാരണ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറക്കിയിരിക്കുന്നു. ഗീനാകുമാരിയെ മാറ്റി എ സന്തോഷ് കുമാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരിക്കുകയാണ്. നിന്ന് അല്പം മുൻപ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയത്. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത്. ഈ കേസിൽ ഇനി ഹാജരാകുന്നത് അഡ്വക്കേറ്റ് എ സന്തോഷ് കുമാറാണ്. 2011-15 കാലയളവിൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആയിരുന്നു ഇദ്ദേഹം. പ്രോസിക്യൂട്ടർ ആയിരുന്ന ഗീനാകുമാരിക്ക് പകരമാണ് സന്തോഷ് കുമാറിനെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച, അതായത് നാളെ ഈ കേസ് പരിഗണിക്കുമ്പോൾ സന്തോഷ് കുമാർ പ്രോസിക്യൂഷന് വേണ്ടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഹാജരാകും. ഇദ്ദേഹം കല്ലുവാതിക്കൽ വിഷമദ്യ ദുരന്തം, അതുപോലെ തന്നെ ചെറിയതുറ വെടിവെപ്പ് തുടങ്ങിയ കേസുകളിലൊക്കെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി സന്തോഷ് കുമാർ പലതവണ ഹാജരായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു അസാധാരണം എന്ന് പറയാവുന്ന രീതിയിൽ ഒരു സർക്കാർ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ED ആക്രമണ കേസിൽ പ്രോസിക്യൂട്ടർ ആയിരുന്ന ഗീതാകുമാരി പ്രതിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് കൊച്ചിയിൽ വെച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂട്ടറും തമ്മിൽ ഇന്ന് ഇത് സംബന്ധിച്ച ചർച്ചയും ഉണ്ടായിരുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ പോലീസിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പോലീസ് റിപ്പോർട്ട് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. അതിനുശേഷമുണ്ടായ ഒരു തീരുമാനത്തെ തുടർന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഇതിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ശരി, ED ആക്രമിച്ച കേസിലാണ് പ്രതിക്കായി അനുകൂല നിലപാടെടുത്ത പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ നീക്കിയിരിക്കുന്നത്. എ സന്തോഷ് കുമാർ പകരം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ്. ആഭ്യന്തര വകുപ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയിട്ടുള്ളത്. ഗീനാകുമാരിക്ക് പകരം നാളെ സെഷൻസ് കോടതിയിൽ സന്തോഷ് കുമാർ ആയിരിക്കും ഹാജരാകുക. വിവരങ്ങൾ നൽകുകയായിരുന്നു എ ടി അശ്വതി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളെ രക്ഷിക്കാൻ കൂട്ടുനിന്ന പ്രോസിക്യൂട്ടറെ മാറ്റുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഗീനാകുമാരിയെ
നീക്കും. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് അതീവ ഗൗരവതരം. കേസിൽ ഇന്നു തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന് നേരത്തെ തന്നെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. ഗവൺമെന്റ് വരേണ്ട 1 മാസമല്ല പ്രോസിക്യൂട്ടർമാരെ നിയമിക്കാനുള്ള സമയമായിട്ടില്ല. പക്ഷേ ഈ കേസിൽ ഞങ്ങൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കാൻ തീരുമാനിച്ചിരിക്കുക. വിജ്ഞാപനം അടുത്ത 2 മണിക്കൂറിനുള്ളിൽ ഇറങ്ങും. ഇഡിയെ ആക്രമിച്ച കേസ് വളരെ ഗൗരവമുള്ള കേസാണ്. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പിൽ പ്രതികളുടെ വീടുകളിൽ പരിശോധന. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. സംഭാവന തട്ടിപ്പ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തും. പുതിയ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി അടുത്ത മാസം 11 പ്രഖ്യാപിക്കും. അതേസമയം അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാനുള്ള നീക്കമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അയോധ്യ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിലെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ വീടുകളിൽ വീണ്ടും പരിശോധന നടത്തി. നേരത്തെ നടന്ന റെയ്ഡിൽ 79 ലക്ഷത്തോളം രൂപ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. അറസ്റ്റിലായ 8 പ്രതികളെയും നാളെ കോടതിയിൽ ഹാജരാക്കും. 5 ബാങ്ക് ജീവനക്കാരുടെ പങ്കുകൂടി അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം സംഭാവന തട്ടിപ്പ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര ട്രസ്റ്റിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തും. പുതിയ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയെ 11 പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്ര, ട്രസ്റ്റ് ട്രഷറർ സ്വാമി ഗോവിന്ദ ദേവഗിരി, ട്രസ്റ്റി കൃഷ്ണമോഹൻ എന്നിവരുടെ പേരുകളാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ചമ്പത് റായിയെ ഡൽഹിയിലേക്ക് മാറ്റിയേക്കും. VHP കേന്ദ്ര ഓഫീസിൽ ചുമതല നൽകാനാണ് ആലോചന. കൊള്ളയിലെ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം നീക്കം നടത്തുമ്പോഴും അന്വേഷണം ട്രസ്റ്റ് ഭാരവാഹികളിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാനാണ് നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അയോധ്യ ക്ഷേത്രത്തിൽ നടന്ന ക്രമക്കേടിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്നും വിഷയത്തിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തി ക്ഷേത്രത്തെ അപമാനിക്കാനുള്ള ശ്രമം അംഗീകരിക്കാനാകില്ലെന്നും BHP വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ വ്യക്തമാക്കി. कांग्रेस के एक नेता ने प्रेस कॉन्फ्रेंस में कहा, हजारों करोड़ का घोटाला है, हजारों करोड़। कुछ नेता कह रहे हैं कि वहां से सोना चांदी आभूषण गायब हो गए। कल ट्रस्ट के ट्रेजरर गोविंद देव गिरी जी महाराज ने अपने बयान में आश्वस्त किया है कि सोना चांदी वगैरह सब इंटैक्ट है। तो जो हजारों करोड़ कह रहे हैं, क्या उनके पास में इसका कोई आधार है? जो सोना चांदी कह रहे हैं, क्या इसका कोई आधार है? इस तरह के वक्तव्यों से समाज में उत्तेजना आती है, गुस्सा आता है, उनकी श्रद्धाएं भंग होती हैं। ये र्यूमर मॉन्गरिंग भारतीय न्याय संहिता के धारा 353 के अंतर्गत अपराध है। ഭർത്തൃപീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആറ്റുകാൽ സ്വദേശി ആരതിയെ മർദ്ദിച്ചതായി പോലീസിനോട് സമ്മതിച്ച് ഭർത്താവ് അതുൽ മാനസികമായും ശാരീരികമായും ക്രൂരമായി പീഡിപ്പിച്ചതായി ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പും വ്യക്തമാക്കുന്നു. അതുലിനെ റിമാൻഡ് ചെയ്ത് ജില്ലാ ജയിലിലേക്ക് മാറ്റി. ഭർത്താവ് അതുലിന്റെ പീഡനത്തെ തുടർന്നാണ് വർക്കല സ്വദേശിയായ ആരതി ഇന്നലെ ആറ്റുകാലിലെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് അതുലിന്റെ ക്രൂരത വിവരിക്കുന്ന ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളും പുറത്തുവന്നു. അതുൽ ശാരീരികമായും മാനസികവുമായും ക്രൂരമായി പീഡിപ്പിച്ചതായി കത്തിൽ പറയുന്നു. ശരീരത്ത് കയറിയിരുന്ന പലതവണ മുഖത്തടിച്ചു. പരമാവധി മുറിവുകൾ ഉണ്ടാക്കാതെയായിരുന്നു ആക്രമണം. അതുലിന്റെ മാനസിക പീഡനം സഹിക്കാൻ പറ്റുന്നില്ലെന്നും അച്ഛനും അമ്മയും തന്നോട് ക്ഷമിക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട്. തന്നെയല്ല പഴയ കാമുകിയെയാണ് അതുലിന് ഇഷ്ടമെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ആരതി വ്യക്തമാക്കിയിട്ടുണ്ട്. മരിക്കാൻ തനിക്ക് പേടിയാണെന്നും പക്ഷേ മരിക്കാതെ നിവർത്തിയില്ലെന്ന ആരതിയുടെ ഓഡിയോ റെക്കോർഡും പോലീസ് കണ്ടെത്തി. ഇൻക്വസ്റ്റ് നടത്തിയ ആരതിയുടെ മൃതദേഹത്തിൽ മർദ്ദനത്തിന്റെ 17ഓളം പാടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. പല ആവർത്തി ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ വീട്ടുകാർക്ക് നല്ലൊരു അറിയാം. വീട്ടുകാരും അവന് സപ്പോർട്ടാണ്. പിന്നെ ഈ അടിക്കുകയും ഉപദ്രവിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും പിന്നെ ഇതെല്ലാം ചെയ്യും. പിന്നെ ആ പാടുകളെല്ലാം നമ്മൾ ഫോണിലൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ അപ്പൊ അതൊക്കെ ഏതാണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതേസമയം ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡന നിരോധന നിയമം തുടങ്ങി 2 വകുപ്പുകൾ ചുമത്തി അതുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബുധനാഴ്ച വരെ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 30 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇപ്പോൾ ഭയപ്പെടാനില്ല, മഴ കനത്താൽ സ്ഥിതി വഷളാകും. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ മന്ത്രിമാരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിജ്ഞാ പരിപാടി സംഘടിപ്പിക്കും. തിരുവനന്തപുരത്തെ 2ാം മെഡിക്കൽ കോളേജിന് അംഗീകാരം തേടി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്ക് കത്തയച്ചതായും മന്ത്രി പറഞ്ഞു. ഷിഗല്ല തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറയുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്. ഷിഗല്ല മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. 3-4 ദിവസങ്ങളായിട്ട് മരണങ്ങളൊന്നുമില്ല. ഡെങ്കിപ്പനിയും മറ്റും നിയന്ത്രണ വിധേയമാണ്. ഇപ്പോഴും ഭയപ്പെടാനില്ല. പക്ഷേ മഴ കനത്തു കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരം മന്ത്രിമാരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു പ്രതിജ്ഞാ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 8% ഭയപ്പെടാനില്ല. അംഗീകാരം തേടിയാണ് കത്തയച്ച്. മുമ്പുള്ള അംഗീകാരം ഉണ്ടായിരുന്നു. അത് ആ കെട്ടിടങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അതുകൊണ്ട് തന്നെ സാങ്ഷൻ ഈ വർഷം തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയ്ക്ക് ഇന്നലെ തന്നെ കത്തയച്ചിട്ടുണ്ട്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ല. ദിവസേന 500-ലധികം രോഗികൾ എത്തുന്ന ഇവിടെ കിടത്തി ചികിത്സയും മുടങ്ങിയിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ. ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച ആശുപത്രികളിലൊന്നാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രി. രോഗികൾക്ക് മികച്ച സേവനം നൽകാൻ കഠിനാധ്വാനം ചെയ്യുന്ന മെഡിക്കൽ ഓഫീസറും ജീവനക്കാരുമാണ് ഈ ആശുപത്രിയെ വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തതാണ് ആശുപത്രിയുടെ പ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഒരു മെഡിക്കൽ ഓഫീസറെയും 2-3 ഡോക്ടർമാരെയും ഒക്കെ ഇപ്പം നിയമിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് ജനങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കൂടുതൽ ഡോക്ടർമാരെ ഏതാണ്ട് ഇവിടെ നിയമിക്കണം. 7ഓളം ഡോക്ടർമാരുടെ ഒഴിവുള്ള ഒരു PHC ആണിത്. 7 ഡോക്ടർമാർ വേണ്ടിടത്ത് നിലവിലുള്ളത് 4 പേർ മാത്രം. ഇതിൽ ഒരു ഡോക്ടർക്ക് സ്ഥലം മാറ്റ ഉത്തരവും ലഭിച്ചു കഴിഞ്ഞു. ഒരു 430, 500, 600 മേളിൽ വരെ OP നടക്കുന്ന ആശുപത്രിയാണ്. ഇവിടെ ജീവനക്കാർ വളരെ കുറവാണ്. ഡോക്ടർമാരുടെ എണ്ണവും വളരെ കുറവാണ്. ഉള്ള ഡോക്ടറെ ഇപ്പം ഈ നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഡോക്ടറെ ഇപ്പോൾ ഇവിടെ സ്ഥലം മാറ്റുന്നതായിട്ടാണ് ഇവിടെ അറിയാൻ സാധിച്ചേക്കുന്നത്. തോട്ടം മേഖലയിൽ നിന്നും കണ്ണമ്പടി, മേമാരി തുടങ്ങിയ ആദിവാസി ഉന്നതികളിൽ നിന്നും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് ഉപ്പുതറ സർക്കാർ ആശുപത്രിയെയാണ്. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ ഇവർക്ക് യഥാസമയം ചികിത്സ നൽകാൻ കഴിയുന്നില്ല. പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണിവർ. അമൃത ന്യൂസ്, ഇടുക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ആക്ഷേപിക്കുന്നവർ അയോധ്യയിലെ തട്ടിപ്പിൽ അഭിപ്രായം പറയണം. അയോധ്യയിലെ ഭക്തജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടവരാണ് രാജ്യം ഭരിക്കുന്നത്. എന്തുകൊണ്ട് അയോധ്യയിലെ സ്വർണം കട്ടു എന്ന് അവർ പറയണമെന്നും മന്ത്രി പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ആക്ഷേപിക്കുന്ന ചിലരോട് ചോദിക്കാനുള്ളത് അയോധ്യയുടെ എന്താണ് സ്ഥിതി എന്നും കൂടെ ഒന്ന് അറിയണം. ഇതിപ്പോൾ ശബരിമല ചില ആൾക്കാർ ദിവസേന പറയുന്നുണ്ട്. അവർ പറയുന്നതിൻ്റെ വികാരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഭക്തജനങ്ങളുടെ വികാരം അയോധ്യയിലുണ്ടല്ലോ. അയോധ്യയിലെ വികാരം വളരെയധികം ആവേശത്തോടെ പറഞ്ഞവരാണല്ലോ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. എന്തുകൊണ്ട് അയോധ്യയിലെ സ്വർണം കെട്ടു അതും കൂടെ പറയണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്കെതിരെ UDF ഉയർത്തിയ അവിശ്വാസ പ്രമേയത്തിന്റെ സാധ്യത മങ്ങി. രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ CPM പിന്മാറിയതോടെയാണിത്. CPMന് BJPയുമായി രഹസ്യധാരണയാണെന്ന് കൗൺസിൽ പാർലമെന്ററി പാർട്ടി നേതാവ് KS ശബരിനാഥൻ പറഞ്ഞു. അതേസമയം UDFന്റെ അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നതായി മേയർ VV രാജേഷും വ്യക്തമാക്കി. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയാണ് BJPക്കെതിരെ UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത്. LDF പിന്തുണയോടെ തിങ്കളാഴ്ച അവിശ്വാസം കൊണ്ടുവരാനായിരുന്നു ശ്രമമെങ്കിലും CPM തയ്യാറാകാഞ്ഞതോടെ നീക്കം പാളി. UDF ഏകപക്ഷീയമായി തീരുമാനമെടുത്തതായാണ് CPMന്റെ ആരോപണം.
അവിശ്വാസം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലുമാണ് CPM. നിലവിലെ അംഗസംഖ്യയിൽ 1/3 പിന്തുണച്ചാൽ മാത്രമേ അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാൻ കഴിയൂ. 101 അംഗ കോർപ്പറേഷനിൽ 34 അംഗങ്ങളുടെ ഒപ്പാണ് അവിശ്വാസ പ്രമേയ നോട്ടീസിന് വേണ്ടത്. CPM സഹകരിക്കാഞ്ഞത് BJPയുമായുള്ള രഹസ്യധാരണ മൂലമാണെന്നും BJPയെ തുറന്നു കാണിക്കാൻ CPMന് താൽപ്പര്യമില്ലെന്ന് കോർപ്പറേഷനിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ശബരിനാഥ് പറഞ്ഞു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഗുണ്ടായിസം കാണിക്കാൻ മാത്രമാണ് CPMന് താൽപ്പര്യമെന്നും ശബരിനാഥ് ആരോപിച്ചു. അപ്പോൾ UDF ഈ ഭരണഘടനാ സംവിധാനങ്ങളിൽ, ഭരണഘടനയിൽ, അതോടൊപ്പം മുനിസിപ്പാലിറ്റി ആക്ടൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇത് ഇറ്റ്സ് ഓൺ റെക്കോർഡ്. അതിന് പകരം കോർപ്പറേഷന്റെ ഓഫീസിന്റെ വെളി സമരം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കിയുള്ള ഒരു രാഷ്ട്രീയത്തിനോട് താല്പര്യം നമുക്കില്ല. അത് ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഓപ്പോസിഷനായിട്ട് നിൽക്കുകയാണെങ്കിൽ ചർച്ചകൾ സഭയുടെ കൗൺസിലിന്റെ നടുത്തളത്തിൽ ഉണ്ടാകണം. അതിനാണ് UDF ഒന്നുചേരാൻ ചോദിക്കുന്നത്. അതിന് ഒന്നുചേരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആ ചർച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വോട്ട് ചെയ്തോളൂ, ഇറങ്ങിപ്പോയിക്കോളൂ. നമ്മളാരും അവരോട് ഒന്ന് മറിച്ചിട്ട് ഭരിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾ ചർച്ച നടത്തൂ. ചർച്ച കഴിഞ്ഞ് വോട്ടിംഗ് വരുമ്പോൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യാമല്ലോ. ഒന്നിച്ചുള്ള അവിശ്വാസ പ്രമേയ നീക്കം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്നാണ് CPMന്റെ വിലയിരുത്തൽ. അതേസമയം അവിശ്വാസത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. ഇപ്പോൾ എത്ര അവിശ്വാസം വന്നാലും കോർപ്പറേഷന്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ഫണ്ട് ഈടാക്കാനുള്ള അല്ലെങ്കിൽ ഫണ്ട് സമ്പാദിക്കാനുള്ള പരിപാടി ഇനി നടക്കില്ല. തിരുവനന്തപുരം ജനങ്ങൾ അതിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസും UDFും എന്തിനാണ് വേദനിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാകാം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 2022 ഇടതു സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് സബ്ജക്ട് കമ്മിറ്റി അംഗം എന്ന നിലയിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നുവെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇളവിനായി ജോണി വാക്കർ കമ്പനി സമർപ്പിച്ച അപേക്ഷയിലും IT ഹബ്ബുകളിൽ ബാർ ലൈസൻസ് അനുവദിക്കാനുള്ള ആലോചനയിലും ചൂതാട്ടത്തിന് അനുമതി കൊടുക്കാനുള്ള ആലോചനയിലും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന വിഷയത്തിൽ അന്നും ഇന്നും തന്റെ നിലപാട് ഒന്ന് തന്നെയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് പ്രതികരിച്ചു. ആ ഡിസന്റ് എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ പകുതി യോഗം തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോന്ന ഗ്യാപ്പ് ഉപയോഗിച്ച് ആർക്കും ഡിസന്റ് ഇല്ല എന്നൊരു മട്ടിൽ അന്ന് മിനിറ്റ്സ് എഴുതി. ഞാൻ പിന്നീടാണ് മിനിറ്റ്സ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. മിനിറ്റ്സ് കിട്ടിയപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സമയവും ലാപ്സാക്കാതെ ഞാൻ എൻ്റെ നിഷേധക്കുറിപ്പ് അന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ബാലഗോപാലിന് കൊടുത്തു. ഞങ്ങൾക്കതിനെക്കുറിച്ച് തർക്കമുണ്ട് എന്ന് തന്നെ പറഞ്ഞു. മാത്രമല്ല അതിനകത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ IT ഹബ്ബുകളിലെല്ലാം, അവിടെ ടെക്നോ പാർക്ക് അടക്കം കേരളത്തിലെ എല്ലാ IT ഹബ്ബുകളിലെല്ലാം ഈ ബാർ തുടങ്ങുന്നതിനുള്ള നടപടിയായിരുന്നു. അത് സാധ്യമല്ല എന്നൊരു നിലപാട് അന്നും എടുത്തു, ഇന്നും എടുത്തു, എന്നും നമ്മൾ ആ നിലപാടിൽ തന്നെയാണ്. വീര്യം കുറഞ്ഞ മദ്യനികുതി കുറച്ചത് ധനബില്ല് പാസ്സായാലും നടപ്പാക്കുന്നത് UDF ആലോചിച്ച് തീരുമാനമെടുക്കൂ എന്ന് മന്ത്രി K മുരളീധരൻ. വീര്യം കുറഞ്ഞതിനാണ് നികുതി കുറച്ചത്, വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ല. സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് എത്താൻ കേരളം സജ്ജമായിട്ടില്ല. സർക്കാരിന്റെ സദുദ്ദേശമാണ് പ്രതിപക്ഷം ദുരുദ്ദേശത്തോടെ കൂടി കാണുന്നത്. ഇത് ദൗർഭാഗ്യകരമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഞങ്ങൾ പറയുന്നത് അത് വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചത്, വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് എത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് കേരളം എത്തിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിന് കാര്യമായിട്ടുള്ള ഹാനി കൂടാതെയുള്ള വീര്യം കുറഞ്ഞ മദ്യം എന്നാണ് സർക്കാർ ഉദ്ദേശം സതുദ്ദേശപരമാണ്. അതിനെ പ്രതിപക്ഷം ദുരുദ്ദേശത്തിൽ കാണുന്നത് ദൗർഭാഗ്യകരം. ഏതായാലും സ്പിരിറ്റ് കലക്കി കൊടുക്കുന്ന ആ സിസ്റ്റം ഇല്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്ര വൈകിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യത. കേരള ഹൌസിലെ പ്രോട്ടോകോൾ വിഭാഗം ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടി. അതേസമയം വിമാന കമ്പനിയെ പഴിചാരുന്ന നിലപാടാണ് കേരള ഹൌസ് ജീവനക്കാർ സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കേരളത്തിലേക്കുള്ള യാത്ര വൈകിയതിൽ ഡൽഹി കേരള ഹൌസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കും. അച്ചടക്ക നടപടിക്ക് മുന്നോടിയായി കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർ ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. പിണറായിയെ വിമാനത്താവളത്തിലെത്തിച്ച കേരള ഹൌസിലെ ഡ്രൈവറിൽ നിന്നും മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്നും അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ ഇതിനോടകം വിശദീകരണം തേടിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ സമയത്തെത്തിയിട്ടും പിണറായി വിജയന്റെ യാത്ര മണിക്കൂറുകൾ വൈകിയിരുന്നു. 2:50 ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിലാണ് പിണറായിക്ക് പോകേണ്ടിയിരുന്നത്. ഈ വിമാനം നഷ്ടമായതോടെ വൈകിട്ട് 7:15 വിമാനത്തിൽ കണ്ണൂരിലേക്കാണ് പിണറായി വിജയൻ പോയത്.
സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം വിഷയത്തിൽ വിമാന കമ്പനിയെ പഴിചാരുന്ന നിലപാടാണ് കേരള ഹൌസ് ജീവനക്കാരുടേത്. പ്രതിപക്ഷ നേതാവിന്റെ യാത്ര വിമാന കമ്പനിയെ അറിയിച്ചെന്നും ബോർഡിംഗ് ആരംഭിച്ച വിവരം വിമാന കമ്പനി അറിയിച്ചില്ലെന്നുമാണ് കേരള ഹൌസ് ജീവനക്കാരുടെ വാദം. ജീവനക്കാർ നൽകുന്ന വിശദീകരണവും റെസിഡന്റ് കമ്മീഷണർ പരിശോധിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. PMA പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ നരേന്ദ്രമോദിയുടെ എംബ്ലം പതിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി KM ഷാജി. വീടുകളിൽ കേന്ദ്ര എംബ്ലം മാത്രമേ ഉള്ളൂ എന്നും അതിൽ മോദിയുടെ ചിത്രമില്ലെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. എംബ്ലം വെക്കണമെന്നതാണ് നിബന്ധന, എന്നാൽ ഫോട്ടോ വെക്കാനാകില്ല എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ സർക്കാർ പദ്ധതി എതിർത്തത്. സംസ്ഥാന വിഹിതം കൊടുക്കാൻ കഴിയാത്തതിനാലാണ് കപട ആദർശം പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞത് എംബ്ലം വെക്കണമെന്നാണ്. എംബ്ലം വെക്കുമെന്നതിൽ തെറ്റില്ല എന്ന്. ഈ പറഞ്ഞ ലോഗോ എന്ന് പറയുന്നത് ഇതാണ് ലോഗോ. ഈ ലോഗോയുടെ പുറത്ത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ ഫോട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണ ഞാൻ ചെയ്യും. ഇതുവരെ പ്രദർശിപ്പിച്ചതിൽ 1,00,000 ചില്ലാനം വീടുകൾ സർക്കാർ വെച്ചു. സർക്കാർ എന്തുകൊണ്ടാണ് ഈ PMAY കരാറിൽ നിന്ന് പുറകോട്ട് പോയത് അറിയോ? വളരെ കൃത്യമാണ്. പുറകോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കാരിന് സ്റ്റേറ്റ് വിഹിതം കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. സ്റ്റേറ്റ് വിഹിതം കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു ആദർശം കെട്ടിച്ചമച്ച് അത് പ്രധാനമന്ത്രിയുടെ ഇത് വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ കളവ് പറഞ്ഞ് ഒരു കപട ആദർശ വേഷം കെട്ടി എന്നല്ലാതെ ഇതിനകത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇല്ല. KM ഷാജിയുടെ പ്രസ്താവന സംഘപരിവാർ അജണ്ട കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്നതാണെന്ന് PA മുഹമ്മദ് റിയാസ്. ലൈഫിന്റെ ഫണ്ട് തങ്ങളുടേതാണെന്ന് സംഘപരിവാർ പ്രചരിപ്പിച്ചിരുന്നു. ആ പ്രചരണം തെറ്റാണെന്ന് കേരളം തെളിയിച്ചു. പ്രധാനമന്ത്രിയുടെ ചിത്രം വരുന്നതുകൊണ്ട് മാത്രമല്ല എല്ലാ ക്രെഡിറ്റും കേന്ദ്രത്തിന് നൽകുന്നത്. ലോഗോ വന്നാലും ചാപ്പകുത്തലല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. കേന്ദ്ര ഫണ്ട് വെച്ചുകൊണ്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് സംഘപരിവാർ ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു. അതിനെ അന്ന് കേരളം എല്ലാ നിലയിലും തെറ്റാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ കൂടി ഈ പ്രസ്താവന കാരണമായിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കണം. അതായത് ഇതൊക്കെ കേന്ദ്രത്തിൻ്റെ സഹായത്തിൻ്റെ ഭാഗമാണ് എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള ഒരു അൺഹെൽത്തി സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്നുള്ളതും തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്നും വരാൻ വേണ്ടി പാടില്ലാത്ത പ്രസ്താവനയാണ് വന്നിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ഇതിലെ ഇടപെടലിനെ ബോധപൂർവ്വം തമസ്കരിക്കാനും വളരെ ബോധപൂർവം സംഘപരിവാർ അജണ്ട കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാനും കൂടിയാണ് ഈ പ്രസ്താവന എന്നുള്ളത് പറയേണ്ടതുണ്ട്. ഇതൊരു അൺഹെൽത്തി സെക്യുലർ സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. PMAY അർബൻ പദ്ധതിയുടെ ബോർഡ് വെക്കണമെന്ന മന്ത്രി KM ഷാജിയുടെ പരാമർശം കേന്ദ്ര സർക്കാരിനു വേണ്ടി ചാപ്പയടിക്കാനുള്ള ശ്രമമെന്ന് DYFI ദേശീയ പ്രസിഡന്റ് A റഹീം MP. മലയാളിയുടെ ആത്മാഭിമാനത്തിന്റെ ചുവർ അതിന് കിട്ടില്ല. ഗുജറാത്ത് വംശഹത്യയിൽ മോദിക്ക് ക്ലീൻ ചിറ്റ് ആദ്യം നൽകിയത് ഷാജിയാണ്. മോദിയുടെ പടം ഉണ്ടോ എന്നതല്ല പ്രശ്നം, ബ്രാൻഡിംഗ് വെക്കാനാണ് ശ്രമം. മനുഷ്യന്റെ ആത്മാഭിമാനത്തെക്കുറിച്ചുള്ള ഒരാശങ്കയും മന്ത്രി പങ്കുവച്ചില്ല. ലീഗിന് ഈ നിലപാട് തന്നെയാണോ എന്ന് നേതൃത്വം വ്യക്തമാക്കണമെന്നും A റഹീം ആവശ്യപ്പെട്ടു. മലയാളിയുടെ ആത്മാഭിമാനത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന ഫൈറ്റിൽ ഏകപക്ഷീയമായി ഇപ്പോൾ UDF സർക്കാർ കീഴടങ്ങാൻ പോകുന്നുവെന്നാണ് മന്ത്രി ശ്രീ ഷാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷാജിയോട് പറയാനുള്ളത്, മോദിക്ക് വേണ്ടി മലയാളികളുടെ വീട്ടിൽ ചാപ്പയടിക്കാൻ ശ്രീ ഷാജി വരണ്ട. ഷാജിയുടെ തങ്ങൾ പാണക്കാട്ടല്ല, മോദിയാണ് ഷാജിക്ക് തങ്ങൾ. മനസ്സിൻ്റെ ചുവരിൽ വളരെ പണ്ടേ തന്നെ മോദിയെ ഒട്ടിച്ച ആളാണ് ശ്രീ ഷാജി. അത് ആ മനസ്സാരും കാണാതെ പോകരുത്. ഗുജറാത്ത് വംശഹത്യയിൽ മോദിക്ക് ഇന്ത്യയിൽ ആദ്യമായി ക്ലീൻ ചിറ്റ് കൊടുത്ത രാഷ്ട്രീയ നേതാവ് ഷാജിയാണ്. ആ പ്രസംഗത്തിലാണ്. അല്പം മുമ്പ് ഷാജിയുടെ വാർത്താ സമ്മേളനം ഞാൻ കണ്ടു. അതിൽ അദ്ദേഹം പറയുകയാണ് വളരെ തന്ത്രപൂർവ്വം, ഞാൻ മോദിയുടെ പടം എവിടെയെങ്കിലും വെക്കുമെന്ന് പറഞ്ഞു. മോദിയുടെ പടമല്ല വെക്കുന്നത്, മറിച്ച് ബ്രാൻഡിംഗ് ആണ്. മോദി പറഞ്ഞ ചാപ്പയിൽ മോദിയുടെ പടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെയ്ഷൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ സമ്മാനിച്ചു. പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം എന്നീ മേഖലകളിലെ നേതൃത്വ പാടവത്തിനും സംഭാവനകൾക്കുമാണ് ബഹുമതി സമ്മാനിച്ചത്. സെയ്ഷൽസിന്റെ ദേശീയദിനാഘോഷ ചടങ്ങിനിടെയായിരുന്നു പുരസ്കാര സമർപ്പണം. ദേശീയ അസംബ്ലിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് മോദി കിഴക്കൻ ആഫ്രിക്കൻ ദ്വീപ് സമൂഹമായ സെയ്ഷൽസിലെത്തിയത്. സെയ്ഷൽസിന് സമുദ്ര പെട്രോളിങ്ങിനുള്ള കപ്പലും സന്ദർശന വേളയിൽ ഇന്ത്യ കൈമാറി. രാത്രി നടക്കുന്ന ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാണ്.
honorable members of the National Assembly, and my dear sisters and brothers. Namaskar. Bon après-midi. It is a special honor to stand before you as the first Indian Prime Minister to address this National Assembly. I thank you, Madam Speaker, for your warm words. I also thank President Armani and the people of Seychelles for honoring me with the Guardian of the Blue Horizon. സൗദി അറേബ്യയിലെ പ്രമുഖ എണ്ണ കമ്പനിയായ അരാംകോയുടെ ഹെലികോപ്റ്റർ തകർന്നു വീണ് 14 പേർ മരിച്ചു. സൗദിയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി കേന്ദ്രമായ റാസ് തനൂറയിലാണ് അപകടം. അപകട കാരണം വ്യക്തമല്ല. അന്വേഷണം ആരംഭിച്ചതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. മരിച്ചവർ എല്ലാവരും സൗദി പൗരന്മാരാണ്. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓരോ അനുഭവങ്ങളും ഓരോ പാഠമായി മാറണമെന്നും ഓരോ പ്രതിസന്ധിയും കരുത്താക്കി മാറ്റണമെന്നും പ്രിയങ്ക ഗാന്ധി MP. തിരുവമ്പാടി MLA CK കാസിമിന്റെ വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും ഉന്നത വിജയികൾക്കുള്ള അനുമോദന പരിപാടിയുടെ ഉദ്ഘാടനവും നടത്തി സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. SSLC +2 ഫുൾ A+ നേടിയവരും LSS, USS, NMMS ഉൾപ്പെടെ നേടിയ വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. ആയുർവേദ കച്ചവടത്തിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയവരെ തൃശൂർ ചെറുതുരുത്തി പോലീസ് പിടികൂടി. വീട് വാടകയ്ക്കെടുത്ത് സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നാണ് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നത്. ദേശമംഗലം സ്വദേശി മഹേഷ്, സുനിൽകുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പാവൂരിൽ 18 കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ മുഖ്യപ്രതിയടക്കം 4 പേർ അറസ്റ്റിൽ. പ്രധാന പ്രതിയായ ഒറ്റപ്പാലം സ്വദേശി ഹരികൃഷ്ണൻ, തായ്ലൻഡിൽ നിന്ന് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി പ്രസ്ജിത്ത്, കൂട്ടുപ്രതികളായ ശ്രീജേഷ്, സഞ്ജയ് എന്നിവരാണ് അറസ്റ്റിലായത്. ബാങ്കോക്കിൽ നിന്ന് കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് ഹരികൃഷ്ണനെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 7 ഗ്രാമിലധികം മെത്താഫിറ്റമിനുകളുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെക്കിക്കുളം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് മെത്താഫിറ്റാമിൻ കണ്ടെത്തിയത്. സംഭവത്തിൽ മാണിയൂർ സ്വദേശികളായ ഷമീം, ഷംസീർ KK എന്നിവരെ അറസ്റ്റ് ചെയ്തു. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി മരുന്ന് കണ്ടെത്തിയത്. പള്ളിപ്പറമ്പ, ചെക്കിക്കുളം, കമ്പിൽ ഭാഗങ്ങളിൽ മയക്ക് മരുന്ന് വിൽപ്പന നടത്തുന്ന പ്രധാനികളാണ് പിടിയിലായത്. വെനസ്വേലയിലുണ്ടായ ഇരട്ട ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 1500 കടന്നു. നിലവിൽ 3500-ലധികം ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. 1,00,000-ലധികം ആളുകളെ കണ്ടെത്താനുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. അതേസമയം തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആളുകളെ കണ്ടെത്താനായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൈക്കുഞ്ഞാണ്. രക്ഷാപ്രവർത്തകർക്ക് ഇതൊരു ആത്മവിശ്വാസമാണ്, പ്രതീക്ഷയാണ്. കാണാതായ 1,00,000-ലധികം ആളുകളെ ഇതുപോലെ രക്ഷിക്കാനാകുമെന്ന്. തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇപ്പോഴും നിലവിളികൾ ഉയരുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി ആധുനിക യന്ത്രസാമഗ്രികൾ ഇല്ലാത്തതാണ് വെല്ലുവിളിയായി തുടരുന്നത്. ഈ നൂറ്റാണ്ടുകളുടെ ഏറ്റവും വലിയ ഭൂചലനത്തിനാണ് വെനസ്വേല സാക്ഷിയായിരിക്കുന്നത്. 40 സെക്കൻഡുകളുടെ ഇടവേളയിലുണ്ടായ ഇരട്ട ഭൂചലനത്തിൽ വെനസ്വേലയും തലസ്ഥാനമായ കാരക്കാസും തകർന്ന് തരിപ്പണമായി. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ തീരദേശ മേഖലയായ ലാഗ്വേറയിലേക്ക് പ്രവേശിക്കുന്നതിന് അധികൃതർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും 100 കണക്കിന് ആളുകളാണ് ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത്. പലയിടങ്ങളിലും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്നും യന്ത്രസാമഗ്രികളുടെ കുറവുണ്ടെന്നും ആരോപിച്ച് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി.
അർജന്റീന, എൽ സൽവദോർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 1600 രക്ഷാപ്രവർത്തകർ സജീവമായി രംഗത്തുണ്ട്. ദുരന്തത്തിൽ തകർന്ന വെനസ്വേലയ്ക്കായി ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ അടിയന്തര സഹായം വരും ദിവസങ്ങളിലും പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. US ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തകരെ ദുരന്ത മേഖലകളിൽ എത്തിക്കുന്നുണ്ട്. ഭൂകമ്പത്തിന് ശേഷമുണ്ടായ ശക്തമായ തുടർ ചലനങ്ങളിൽ ഭയന്ന് ജനങ്ങൾ ഇപ്പോഴും തെരുവുകളിലാണ് ഉറങ്ങുന്നത്. അതേസമയം ദുരന്തബാധിത പ്രദേശങ്ങളിൽ ക്രമസമാധാന പാലനത്തിനായി 10,000-ത്തിലധികം സൈനികരെയും പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ടെന്ന് നിലവിലെ പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലേക്കുള്ള ഏക അന്താരാഷ്ട്ര വിമാനത്താവളമായ സിമോൺ ബൊളീവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് കനത്ത നാശനഷ്ടമുണ്ടായതിനാൽ വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കി. ഐക്യരാഷ്ട്രസഭയുടെ പ്രാഥമിക കണക്കനുസരിച്ച് ഭൂകമ്പം മൂലം $670 കോടി നാശനഷ്ടമാണ് വെനസ്വേലയ്ക്കുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വെനസ്വേലയിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ 2 ഭൂചലനങ്ങൾ ഉണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. യുദ്ധമൊഴിയാതെ പശ്ചിമേഷ്യ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇറാന് നേരെ രണ്ടാമത്തെ ആക്രമണം നടത്തിയ അമേരിക്ക ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന സിരിക് ഖേഷം ദ്വീപുകളിലാണ് സ്ഫോടനം നടന്നത്. തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് അമേരിക്ക ശക്തമായ വ്യോമാക്രമണം നടത്തിയതെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. പാനമയുടെ വാണിജ്യ കപ്പൽ ആക്രമിച്ചതിന് മറുപടിയായാണ് അമേരിക്കൻ ആക്രമണം. 60 ദിവസത്തെ സമാധാന കരാർ ഒപ്പിട്ട ശേഷമുള്ള രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. അതേസമയം ഇറാനെതിരെ ഭീഷണി മുഴക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. അമേരിക്കൻ സൈന്യം ജോലി തീർക്കാൻ തീരുമാനിച്ചാൽ ഇറാൻ പിന്നെ ബാക്കിയുണ്ടാവില്ലെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി. ഇടക്കാല സമാധാന കരാർ അന്തിമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ച ഇറാനും US ചൊവ്വാഴ്ച പുനരാരംഭിക്കാനിരിക്കെയാണ് വീണ്ടും ആക്രമണം നടക്കുന്നത്. ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറഞ്ഞെങ്കിലും രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കില്ലെന്ന് എണ്ണക്കമ്പനികൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ എണ്ണക്കമ്പനികൾ നേരിട്ട് നഷ്ടം നികത്തുന്നതിനുള്ള നടപടിയെന്നാണ് വിശദീകരണം. ഇറാൻ US സമാധാന കരാറിൽ അന്തിമ തീരുമാനമുണ്ടാകും വരെ വില കുറയില്ലെന്ന് സൂചന. നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ഇറാൻ US വെടിനിർത്തൽ കരട് ആയതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തി. ബാരലിന് 72 മുതൽ 75 വരെ ഡോളർ നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. ക്രൂഡ് ഓയിൽ വില കുറയുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും നാണയപ്പെരുപ്പം പിടിച്ചു നിർത്താനും സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ വർഷം തന്നെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്തുമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയും അവാമി ലീഗ് നേതാവുമായ ഷെയ്ഖ് ഹസീന ഒരു ദേശീയ മാധ്യമത്തിന് ഇമെയിൽ വഴി നൽകിയ അഭിമുഖത്തിലാണ് ഹസീന രാഷ്ട്രീയ തിരിച്ചുവരവിനെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയത്. നിലവിൽ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ഹസീന. വധശിക്ഷയടക്കമുള്ള കടുത്ത ഭീഷണികൾ നിലനിൽക്കെയാണ് ഹസീനയുടെ പ്രതികരണം. മടങ്ങിവരവ് അധികാരമോഹങ്ങൾ കൊണ്ടല്ല, മറിച്ച് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടിയാണെന്ന് ഹസീന പറഞ്ഞു. തനിക്ക് മരണഭയം എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് ഈ വർഷം തന്നെ രാജ്യത്തേക്ക് മടങ്ങിയെത്തും. പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചുവരുമെന്നും ഹസീന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഗ്രൂപ്പ് ജെയിൽ എല്ലാ കളികളിലും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അർജന്റീന 1-ാം സ്ഥാനത്ത്. ജോർദാനെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. ജിയോവാനി ലോ സെൽസോ, ലൗട്ടാരോ മാർട്ടിനസ്, ലയണൽ മെസ്സി എന്നിവരാണ് ഗോളുകൾ നേടിയത്. എല്ലാ മത്സരങ്ങളിലും ഗോൾ നേടി മെസ്സി തിളങ്ങി. ഈ ലോകകപ്പിൽ മെസ്സിക്ക് 6 ഗോളായി. അൾജീരിയ ഓസ്ട്രിയ മത്സരം സമനിലയിൽ, ഇരു ടീമുകളും 3 ഗോൾ വീതം നേടി. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. കൊളംബിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി 1-ാം സ്ഥാനത്താണ്. 2-ാം സമനിലയോടെ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനക്കാരായി പോർച്ചുഗൽ നോക്കൌട്ടിലേക്ക് കടന്നു. ഉസ്ബെക്കിസ്ഥാനെതിരെ കോങ്കോയ്ക്ക് 1-നെതിരെ 3 ഗോളുകളുടെ മിന്നും ജയം. ലോകകപ്പിലെ ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ പാനമയെ തകർത്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഇംഗ്ലണ്ട് നോക്കൌട്ടിലേക്ക്. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു വിജയം. 2-ാം പകുതിയിൽ ജൂഡ് ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നുമാണ് ഗോളുകൾ നേടിയത്. 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുമായി ഇംഗ്ലണ്ട് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്താണ്. ഒരൊറ്റ മത്സരം പോലും ജയിക്കാനാകാതെ പാനമ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഘാനയെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ക്രൊയേഷ്യ നോക്കൌട്ടിൽ. സൂപ്പർ താരം നിക്കോള വ്ലാസിച്ച് 83-ാം മിനിറ്റിൽ നേടിയ ഹെഡർ ഗോളാണ് ക്രൊയേഷ്യയ്ക്ക് ജയം സമ്മാനിച്ചത്. ഗ്രൂപ്പ് മത്സരങ്ങൾ പൂർത്തിയായതോടെ നോക്കൌട്ട് ചിത്രം തെളിഞ്ഞു. ദക്ഷിണാഫ്രിക്ക കാനഡയെയും, നെതർലൻഡ് മൊറോക്കയെയും, ജർമ്മനി പരാഗ്വേയെയും, ഫ്രാൻസ് സ്വീഡനെയും, ബെൽജിയം സെനഗലിനെയും നേരിടും. അമേരിക്കയുടെ എതിരാളികൾ ബോസ്നിയയാണ്. സ്പെയിൻ നേരിടുന്നത് ഓസ്ട്രിയയാണ്. പോർച്ചുഗൽ ക്രൊയേഷ്യയെയും, ബ്രസീൽ ജപ്പാനെയും, ഐവറി കോസ്റ്റ് നോർവേയെയും, മെക്സിക്കോ ഇക്വഡോറിനെയും, ഇംഗ്ലണ്ട് കോങ്കോയെയും, സ്വിറ്റ്സർലൻഡ് അൾജീരിയയും നേരിടും. കൊളംബിയയുടെ എതിരാളികൾ ഘാനയും, ഓസ്ട്രേലിയയുടേത് ഈജിപ്തുമാണ്. അർജന്റീന കേപ്പ് വെർദെയെയും നേരിടും.